എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിതാമ്മ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടന്റ്. അപ്പൊ എങ്ങനെ 2025 എന്താ ഫലം എന്നൊക്കെ ഒന്ന് അറിയാല്ലേ? പൊതുവില് അത്തം നക്ഷത്രക്കാർക്ക് എന്ത് കാര്യം ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ അല്ലെ? സാരില്ലെന്നേ, അവരൊക്കെ പോവാൻ പറ. എന്ത് ചെയ്താലും നല്ലത് മറ്റുള്ളവർ പറയും എന്നൊരു ചിന്താഗതിയിൽ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാരൻ. ജീവിതത്തിലെ പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ ഈ വർഷം ഇങ്ങോട്ട് വരും കേട്ടോ. സങ്കടപ്പെടണ്ട. നല്ല രീതിയിൽ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാനുള്ള യോഗമുള്ള വർഷമാണ്. തൊഴിലഭിവൃദ്ധി, ധനനേട്ടം, മനസ്സുഖം, സ്ഥാനമാനം, പേര്, പ്രശസ്തി, വിദേശ യോഗം. ആഹാ, ഇതിൽ പറയാൻ എന്ത് വേണം അല്ലേ? എല്ലാം കൊണ്ടും ബെറ്റർ ആണ്. പക്ഷെ ഇതിനിടയ്ക്ക് കുറച്ച് വ്യാഴവും ശനിയൊക്കെ വരുന്നുണ്ട്. ഇതല്ലേ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇല്ല, ഇതൊക്കെ പ്രശ്നമാവുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ മൈൻഡിലാണ്. മനസ്സിൽ പ്രശ്നമാണെന്ന് തോന്നിയ ഇനി അവരതിലെ വന്ന് വെറുതെ പോയാലും നമുക്ക് തോന്നും അവര് നമ്മളെ ഉപദ്രവിച്ചിട്ടാ പോയത്. അതാണ് ഇതിന്റെ ശരിയായ കാരണം. അപ്പൊ അതുകൊണ്ട് വ്യാഴവും ശനിയൊക്കെ വരട്ടെ, അവര് വരട്ടെ പോട്ടെ, അതിനെന്താ പ്രശ്നം? ഒന്നുമില്ല. അത്തം നക്ഷത്രത്തിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൂടി മുന്നോട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ചെയ്തു പോയാൽ നല്ല അധികം വിജയം, പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇതിന്റെ എല്ലാം പുറകെ ഓടുമ്പോൾ ആരോഗ്യകാര്യം ശ്രദ്ധിക്കാതിരിക്കരുതേ. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും കൃത്യസമയത്ത് ഉറങ്ങാനും ഒന്ന് സൂക്ഷിക്കുക. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതിയിലധികം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അവിടെ തന്നെയായി. നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറിയ പങ്കും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഓർക്കമില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ അത്യധ്വാനം കൊണ്ടും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനെയെല്ലാം ഒന്ന് പരിഹരിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് അങ്ങ് നേടുന്നതേ ഉള്ളൂ. അതുപോലെ വളരെ കാലമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള വർഷമാണ്. ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയിച്ച് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു എന്ന് തോന്നുന്ന ഒരു വർഷമായിരിക്കുന്നത്. വിവാഹ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിൽ നല്ല രീതിയിൽ വിജയിക്കാനും നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. പുതിയ വസ്തു വാങ്ങാനും വീട് പണിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ്. ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആത്മീയമായ ഉന്നതിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. തൊഴിലഭിവൃദ്ധിയും ധനനേട്ടവും കൂടെ ഉണ്ടാവും കേട്ടോ. ആഹാ, അപ്പൊ എല്ലാവരും എപ്പോഴും കൂടെയുണ്ട്. പിന്നെ ഇപ്പൊ എന്തുവാ പ്രശ്നം? ഒന്നുമില്ല അല്ലെ? അപ്പോഴേ ഒരു കാര്യം കൂടി ഉണ്ട്. ഉയർച്ചയ്ക്കൊപ്പം തന്നെ ശത്രു വളർച്ച ഉണ്ടാവും എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അത്തം നക്ഷത്രക്കാര്. മറ്റു നക്ഷത്രക്കാരോടൊന്നും അത് പറയാനില്ലെങ്കിലും അത്തം നക്ഷത്രക്കാരോട് പറയേണ്ട ഒരു കാര്യം, ചതിക്കുഴിയിലൊന്നും ചെന്ന് ചാടരുത് കേട്ടോ. ആത്മാർത്ഥത കൂടിപ്പോയിട്ട് അല്ലെങ്കിൽ അനുകമ്പ കൂടിപ്പോയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി സ്വയം ചെന്ന് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുകയും കൂടി ചെയ്യേണ്ട ഒരു വർഷമാണ് കേട്ടോ ഇത് 2025. ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ചെന്ന് തല വെച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും സമ്പൽ സമൃദ്ധിയോടും കൂടി ഈ വർഷം അങ്ങ് കടന്നു പൊക്കോളും. നമ്മൾ തന്നെ സ്വയം അനർത്ഥം വലിച്ചു വെച്ചിട്ട് വെറുതെ വർഷത്തെയോ നാളിനെയോ സമയത്തെയോ വ്യാഴത്തെയോ ശനിയോ ഒന്നും പഴിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.